ഇന്ത്യ എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി വിറ്റുവരവുള്ള ഒരു മാർക്കറ്റാണ് ഈ കുട്ടികളുടെ ഉടുപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഓൺ ബ്രാൻഡ് അത് 9 വർഷമായിട്ട് അമേരിക്കയിൽ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന ബ്രാൻഡ് അവിടെ ഡിസൈൻ ചെയ്ത് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് അങ്ങോട്ട് കയറ്റി അയച്ചുകൊണ്ടിരുന്നതാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കുട്ടികൾക്ക് അമേരിക്കൻ നിലവാരത്തിൽ, അതേ സുരക്ഷാ നിലവാരത്തിൽ, എന്നാൽ ഇന്ന് മാർക്കറ്റിലുള്ള പ്രധാന ബ്രാൻഡുകളെ അപേക്ഷിച്ച് അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം സംസാരിച്ച് പരസ്പരം തമ്മിത്തല്ലേണ്ട ഒരു സമയമല്ല. ഇത് ഒരു വ്യാപാര യുദ്ധമാണത്. അപ്പോൾ ഇതിലും ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരും രാഷ്ട്രീയം മറന്ന് മറ്റുള്ള കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇന്ത്യക്കാരുടെ ശക്തി എന്താണെന്നുള്ളത് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരം. അമേരിക്ക ഇന്ത്യക്ക് നേരെ വ്യാപാര യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. 25% ഇറക്കുമതി തീരുവയും ഉയർത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് കിറ്റെക്സ് ഇതിനെ പ്രതിരോധിക്കുന്നത്? എന്തൊക്കെയാണ് തീരുമാനങ്ങളെന്ന് നമുക്ക് കിറ്റെക്സ് MD സാബു ജേക്കബ് നമ്മുടെ പച്ചേരിയാണ്. സർ, എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ പ്രതിരോധിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഉടനടി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇതുവരെ നമ്മളെ കിറ്റെക്സിൻ്റെ അമേരിക്കയിലുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് 91% നമ്മുടെ ആകെയുള്ള എക്സ്പോർട്ടിൽ. ബാക്കി 9% യൂറോപ്പിലേക്ക് നമ്മളെ കയറ്റി അയക്കുന്നത്. അപ്പോൾ അമേരിക്കയിലേക്കുള്ള വിഹിതം പെർസെൻറ്റേജ് കുറച്ച് കൊണ്ടുവരിക, അതാണ് അടിയന്തരമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40%, ബാക്കി 60% UK ആയിട്ടും യൂറോപ്യൻ യൂണിയനുമായിട്ട് മാറ്റുക. അതുകൂടാതെ നമ്മൾ ഈ ലോക്കൽ മാർക്കറ്റ്, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി വിറ്റുവരവുള്ള ഒരു മാർക്കറ്റാണ് ഈ കുട്ടികളുടെ ഉടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു മാർക്കറ്റാണ്. ഇതുവരെ നമ്മളതിന് ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ഞങ്ങൾ ഈ ഏതാനും അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഓൺലൈൻ വഴി അത് ഇറക്കുക. ആമസോണ്, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഓൺലൈനിൽ കൂടി ഇറക്കുക. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിൽ എല്ലാ നഗരങ്ങളിലും അതിൻ്റെ ഫ്രാഞ്ചൈസി കൊടുത്ത് എല്ലാ സ്ഥലത്തും ഈ ഉൽപ്പന്നം കിട്ടുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ബ്രാൻഡ് അത് അമേരിക്കയിൽ മാത്രം, കഴിഞ്ഞ 9 വർഷമായിട്ട് അമേരിക്കയിൽ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന ബ്രാൻഡ് അവിടെ ഡിസൈൻ ചെയ്ത് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് അങ്ങോട്ട് കയറ്റി അയച്ചുകൊണ്ടിരുന്നതാണത്. അപ്പോൾ അതേ ഉൽപ്പന്നം തന്നെ അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അതേ ഡിസൈനിലുള്ള അതേ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കുട്ടികൾക്ക് അമേരിക്കൻ നിലവാരത്തിൽ, അതേ സുരക്ഷാ നിലവാരത്തിൽ, എന്നാൽ ഇന്ന് മാർക്കറ്റിലുള്ള പ്രധാന ബ്രാൻഡുകളെ അപേക്ഷിച്ച് അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭ്യമാകുന്നു എന്നുള്ളതാണത്. ലോങ് റണ്ണിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ തീരുവ യുദ്ധം കിറ്റെക്സിനെ മാത്രമല്ല ഈ മേഖലയുള്ള എല്ലാവരെയും ബാധിക്കും, മറ്റു വ്യവസായങ്ങളെയും ബാധിക്കും. പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ടാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിനെ അതിജീവിച്ച് വേറൊരു മേഖലയിലേക്ക് ബിസിനസ്സിനെ മാറ്റി അത് ഒരു സുരക്ഷിതമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ ഈ അവസ്ഥ നാളെ യൂറോപ്പിലോ UK വരാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റ് ഒരു പെർസെൻറ്റേജ് കൊണ്ടുവരിക, അമേരിക്കൻ മാർക്കറ്റ് അതായത് ഒരു 25% കൂടാതെ ഓരോ രാജ്യങ്ങളിലും നിലനിർത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യങ്ങളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 91% അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രമാത്രം പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാനായിട്ടുണ്ടായ സാഹചര്യം. അപ്പോൾ അത് ഇനി ഫ്യൂച്ചറിൽ അത് ആവർത്തിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ അതേ നിലവാരത്തിലുള്ള അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ലഭ്യമാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതും നമ്മുടെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളെ അപേക്ഷിച്ച് അതിൻ്റെ പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ 70% മുതൽ 50% വരെ കുറവിൽ വിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ നല്ലൊരു ഉൽപ്പന്നം ഇവിടെ ലഭ്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെടുക്കും അത്. അപ്പോൾ ഒരുപക്ഷെ അതൊരു, ഞങ്ങളിപ്പോൾ ഒരു എസ്റ്റിമേറ്റഡാണ് 1000 കോടി രൂപ 2 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാമെന്ന് ഉള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ ചിലപ്പോൾ 10 മടങ്ങായിട്ട് കൂടാനായിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട് അതിനകത്ത്. അമേരിക്ക ഒരു സമ്മർദ്ദ തന്ത്രമാണ് ഇന്ത്യയോട് ഇപ്പോൾ സമീപിച്ചു വരുന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഒരു രാജ്യമെന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ വ്യവസായങ്ങൾ,
ആ രാജ്യത്തെ കർഷകർ ഇവരെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട്. അതാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തന്നെയും അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അത് ഇന്നിപ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ആവശ്യമാണത്. എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം സംസാരിച്ച് പരസ്പരം തമ്മിത്തല്ലേണ്ട ഒരു സമയമല്ല. നമുക്കറിയാം, നമ്മുടെ പാകിസ്ഥാൻ പഹൽഗ്രാം ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യക്കാർ ഒരു മതമോ രാഷ്ട്രീയവും ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സായിട്ടാണ് അതിനെ നിന്നതും അതിനെ എതിർത്ത് തോൽപ്പിച്ചതും. അതുകൊണ്ടാണ് നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ, മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഇത് ഒരു വ്യാപാര യുദ്ധമാണത്. അപ്പോൾ ഇതിലും ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരും രാഷ്ട്രീയം മറന്ന് മറ്റുള്ള കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇന്ത്യക്കാരുടെ ശക്തി എന്താണെന്നുള്ളത് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തമ്മിത്തല്ലണ്ട അല്ലെങ്കിൽ പരസ്പരം പഴിചാരേണ്ട ഒരു സമയമല്ല ഇത്. ഇന്ത്യക്കാരെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും, വളരെ എളുപ്പം അതിജീവിക്കാൻ സാധിക്കും. നമുക്ക് നൽകിയിരിക്കുന്ന ഓർഡറുകൾ പിൻവലിക്കാനോ അല്ലെങ്കിൽ മാറ്റിവെക്കാനോ ആർക്കും സാധിക്കില്ല. പക്ഷേ അതിൽ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടിയതായിട്ട് വരും. കാരണം ഇതിപ്പോൾ ഫാക്ടറികളും നഷ്ടപ്പെടാൻ പാടില്ല, അതേസമയത്ത് ഇത് മേടിക്കുന്ന ആളുകൾക്കും നഷ്ടം വരാൻ സാധിക്കില്ല. അപ്പോൾ അത് പരസ്പരം സംസാരിച്ച് തീരുമാനത്തിലെത്തുക, രണ്ടു പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ദൂഷ്യമില്ലാത്ത രീതിയിൽ എല്ലാ ഷിപ്മെൻറ്റും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ കഴിഞ്ഞ ഈ ട്രംപ് വന്നതിന് ശേഷം, വ്യാപാര യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 10% വിലക്കയറ്റം എല്ലാ സാധനങ്ങളിലും ഇപ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്നതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ മാർക്കറ്റിലുണ്ടായി കാണില്ല, വരുന്ന മാസങ്ങളിൽ അത് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് ഇപ്പോൾ ഇതേ രീതിയിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയൊരു 10% കൂടി കൂടാനായിട്ടുള്ള സാഹചര്യമാണുള്ളത്. കാരണം ഇന്നിപ്പോൾ ഇത്രമാത്രം ഒരു തീരുവ കൊടുത്ത് അതിനുള്ള മാർജിൻ ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു ഫാക്ടറികൾക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 1-2% ഒക്കെ പലരും കോംപ്രമൈസ് ചെയ്യാം. അതിൽ കൂടുതൽ കോംപ്രമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവസാനമായിട്ട് തീരുവ മുഴുവനായിട്ട് കൊടുത്ത് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ന്യായമായിട്ടും 20% വരെ വില കൂടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അമേരിക്കയിലുണ്ടാവും. അതിൻ്റെ വില കൊടുക്കേണ്ടി വരിക അമേരിക്കക്കാരായിരിക്കും. ഇന്ത്യക്കൊപ്പം തന്നെയാണ് കിറ്റെക്സ് നിൽക്കുന്നത്. കാരണം ഇന്ത്യ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും കിറ്റെക്സ് ഒപ്പം തന്നെ നിൽക്കുമെന്നുള്ളൊരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ടി അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.